യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് കൊച്ചിൻ ലാംസ്റ്റൈൻ ചർച്ചിലെ പാസ്റ്റർ ജോൺ കൊടിയറിൻ്റെ പ്രബോധനങ്ങളാണ്. ഞാൻ മിനു സ്റ്റീവ് ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജ്ജമ ചെയ്യുന്നു. നിയമം, ടാർട്ടാറസിലെ ആത്മാക്കൾ, നിരീക്ഷകർ, ക്രിസ്തു, സ്നാനം, വരാനിരിക്കുന്ന വഞ്ചന എന്നിവ തമ്മിലുള്ള ബന്ധം. പാസ്റ്റർ കരുതുന്നു നിങ്ങളെല്ലാം ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗം ആയിരുന്നു എന്ന്. ഇത് പാസ്റ്റർ മനസ്സിലാക്കുന്നത് എന്തെന്നാൽ ദൈവം നമ്മെ നയിക്കുന്നതിനെ അതിന്റെ തുടർച്ചയായിട്ടുള്ള അല്പം കൂടി ആഴത്തിൽ ഉള്ള മനസ്സിലാക്കൽ ആണ്. എന്നാൽ ദൈവം പാസ്റ്ററിനോട് ഈ തത്വങ്ങൾ ലളിതമായി വിശദീകരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നമ്മൾ അവയെല്ലാം വചനത്തിലൂടെ നോക്കിക്കാണാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ പാസ്റ്റർ അത് നമുക്ക് വിട്ടുതരുവാൻ വേണ്ടി പോവുകയാണ്. നാം അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണം. അതേപോലെ തന്നെ വചനങ്ങൾ സ്വയം കണ്ടുപിടിക്കണം. നിങ്ങൾക്കത് എവിടെയാണ് എന്നറിയില്ലെങ്കിൽ പാസ്റ്ററിനോട് ചോദിക്കുക. ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ സമയത്ത് പാസ്റ്റർ മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ച്, നോഹയുടെ കാലത്തെ പ്രളയം, ബാബിലോണിലെ ഗോപുരം, സോദോം ഗൊമോറ എന്നിവയെക്കുറിച്ചെല്ലാം നമ്മോട് പറഞ്ഞു. ഇതൊക്കെ ഇപ്പോഴും നമ്മെ ബാധിക്കാറുണ്ട്. സങ്കല്പിക്കുക, ഈ റേസ് കാർ എന്നത് ആദ്യ പാപമാണ് എന്ന് ഉൽപ്പത്തി 3 ഉണ്ട്. സങ്കല്പിക്കുക, പാസ്റ്ററിന്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തു എന്നത് ഉൽപ്പത്തി 6 സംഭവിച്ചതാണ് എന്ന്. കാവൽക്കാർക്ക് സംഭവിച്ചത്, അതായത് വാച്ചേഴ്സ്, നമ്മൾ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറില്ല. കാരണം ഇതിനെക്കുറിച്ച് നമ്മുടെ സഭകളിൽ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ പുതിയ ഉടമ്പടി എഴുതിയവരുടെ കാര്യം അങ്ങനെയല്ല. യേശുവിന്റെ കാര്യത്തിലും പത്രോസിന്റെ കാര്യത്തിലും യൂദയുടെയും പൗലോസിന്റെയും കാര്യത്തിലും. പൗലോസ് പാപത്തിലാണ് ശ്രദ്ധ ചെലുത്തിയിരുന്നത് എങ്കിലും പത്രോസും യൂദയും ഉൽപ്പത്തി 6 ശ്രദ്ധ ചെലുത്തിയിരുന്നത്. അത് നാം മനസ്സിലാക്കണം. ഇത് അതിലേക്കുള്ള ഒരു ആമുഖമാണ്. നമ്മുടെ വേദപുസ്തകം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നാം തുടരുന്നതിന് മുമ്പ് ഈ ഒരു മെഴുകുതിരിയാണ് യേശു. അവിടുന്ന് ലോകത്തിന്റെ വെളിച്ചമാണ്. വെളിച്ചം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അവിടെ നിന്ന് വന്ന് പാപത്തിന് ഒരു പരിഹാരവുമായിട്ടാണ്. നാം എല്ലാം അത് മനസ്സിലാക്കുന്നു. സഭ ആ പരിഹാരത്തെയാണ് ആദ്യം മുതൽ ഇപ്പോൾ വരെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഈ ലോകത്തിന്റെ വെളിച്ചം, അതായത് യേശു, ഉൽപ്പത്തി 6 പരിഹാരവും കൂടിയായിട്ടാണ് വന്നത് എന്നാണ്. അപ്പോൾ നടന്ന പ്രശ്നം അതിപ്പോഴും നമ്മെ ബാധിക്കുന്നുണ്ട്. കാരണം പാപത്തിന്റെ കാര്യം അത് ശരിയായിട്ടുണ്ട്. ഇനി വീണ്ടും വരുന്നത് ഉൽപ്പത്തി 6 നടന്നത് ശരിയാക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ പാപത്തിലാണ്. നമ്മുടെ മനസ്സിലാക്കൽ ശരിക്കും വേണ്ടത് മറ്റേതിനാണ്. കാരണം അവസാന കാലത്ത് ഉണ്ടാകാൻ പോകുന്ന വഞ്ചന ഇതിനെ പ്രതിയായിരിക്കും. പാപം യേശു പറഞ്ഞു, അത് നിവൃത്തിയായി. അതിന്റെ പ്രക്രിയ അല്ലെങ്കിൽ ശുദ്ധീകരണം ആണ് അവിടുന്ന് മരിച്ചത്. നമ്മെ പിതാവുമായി നിരപ്പാക്കുവാൻ വേണ്ടിയാണത്. പക്ഷെ ഉൽപ്പത്തി 6 സംഭവിച്ചതിന് ആ നിരപ്പാകലുമായി യാതൊരു ബന്ധവുമില്ല. താഴെ വന്ന കാവൽക്കാരും അല്ലെങ്കിൽ നിരീക്ഷകരും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും മൃഗത്തിന്റെ അടയാളവും അതൊന്നും നമ്മുടെ ദൈവവുമായുള്ള നിരപ്പാകലുമായി യാതൊരു ബന്ധവുമില്ല. അത് അകമേ ഉള്ളതാണ്. അത് അകമയുള്ള പാപമാണ്. ജഡത്തിന്റെ കാര്യം ക്രിസ്തു ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ യേശുവിന്റെ വെളിച്ചം ഉണ്ടാകേണ്ടത്. നിരീക്ഷകരെ കുറിച്ച്, കാവൽക്കാരെ കുറിച്ചുള്ളത് നമ്മളെ പഠിപ്പിക്കാത്തത് കൊണ്ട് നമുക്കറിയില്ല. പക്ഷേ വചനത്തിൽ അത് വളരെ വ്യക്തവും ദൃശ്യവുമാണ്. ഇന്ന് നമ്മൾ അത് വളരെ ചുരുക്കത്തിൽ പഠിക്കും. നമുക്ക് ഗലാത്യർ 3 ആരംഭിക്കാം. ഗലാത്യർ 3:19. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. ഇത് നാം വായിക്കുമ്പോൾ നാം വിചാരിക്കും ആ ലംഘനങ്ങൾ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചുള്ളത് ആണ് എന്ന്. പക്ഷെ ഇവിടെ പല ലംഘനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മോശയുടെ ന്യായപ്രമാണത്തിന് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ ദൈവം പാപത്തെക്കുറിച്ച് ഒട്ടും ശ്രദ്ധിച്ചില്ല എന്നല്ല, പക്ഷെ കുറച്ച് അവഗണിച്ചു. നിയമം വന്നപ്പോൾ മുതൽ വ്യത്യാസമായിരുന്നു. നിങ്ങൾ മലയെ തെറ്റായി തൊട്ടാൽ പ്രശ്നമാകും. പെട്ടകത്തെ തെറ്റായി സ്പർശിച്ചാൽ മരിക്കും. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തെ തെറ്റായി നോക്കിയാൽ തന്നെ മരിക്കും. നിങ്ങൾ കൃപയ്ക്ക് കീഴിലായതിൽ നിങ്ങളിപ്പോൾ സന്തോഷിക്കുന്നില്ലേ? അപ്പോൾ നിയമം എന്തിനാണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നൽകാം. 50കളിൽ അമേരിക്കൻ സൈന്യം ഡീമൺ അല്ലെങ്കിൽ ഭൂതങ്ങളുമായി ഇടപെടാൻ തുടങ്ങിയപ്പോൾ അവർ അതിനെ UFO എന്ന് വിളിച്ചു. അവർ ഒരു ഓഫീസ് തുടങ്ങി. അവിടെ അന്യഗ്രഹ ജീവികൾ ഒരു വശത്തും മനുഷ്യർ മറുവശത്തും ഇരിക്കുവാൻ തുടങ്ങി. ഇത് സംഭവിച്ച കാര്യമാണ്. പാസ്റ്ററിന്റെ വാക്കുകളിൽ പറയുന്നതാണിത്. മനുഷ്യരുടെ ഇവരുടെ ഇടയിൽ ചില ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇത് നല്ലതല്ല, ഇവരെല്ലാം കാണുന്നത് പോലെയല്ല. അതിനവർ കണ്ടുപിടിച്ചൊരു പരിഹാരം എന്തെന്നാൽ പ്രസിഡന്റിന്റെ അടുത്ത് പോയി മോശയുടെ ന്യായപ്രമാണം പുനഃസ്ഥാപിക്കണം,
അങ്ങനെയെങ്കിൽ അവയ്ക്ക് നമ്മുടെ ജനവുമായി യാതൊരു ബന്ധവും ഉണ്ടാകുകയില്ല. അവർ മനസ്സിലാക്കിയിരുന്നു നിയമം എന്തിനാണ് എന്ന്. ഇവിടെ പറഞ്ഞു ന്യായപ്രമാണം എന്തിന്? അത് ക്രിസ്തുവിലേക്ക് നമ്മെ കൊണ്ടുവരുവാനുള്ള ഒരു ആയുധമാണ്. പക്ഷെ ലംഘനങ്ങൾ ഉണ്ട്. അത് ബഹുവചനമാണ്. അത് ഉൽപ്പത്തി 6 അവിടെ നാം കാണുന്നു, നിരീക്ഷകർ, കാവൽക്കാർ താഴെ വന്നു എന്ന്. അവർ സൂപ്പർമാന്റെ പോലെ പറന്നു വന്നില്ല. അവർ വാഹനങ്ങളിൽ താഴേക്ക് വന്നു. നമ്മൾ അവയെ UFO എന്ന് വിളിക്കുന്നു. അതല്ല ഇന്നത്തെ വിഷയം. ആ ലംഘനമാണ് പ്രളയത്തിന് കാരണമായത്. പക്ഷേ ഇത് പറയുന്നു അതിനുശേഷവും എന്ന്. പ്രളയത്തിന് ശേഷം മനുഷ്യരാശി ആ വിജ്ഞാനം തിരികെ കിട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ആ വിജ്ഞാനം നമ്മൾക്ക് ഇപ്പോൾ ഉള്ളതിലും വെച്ച് ഏറ്റവും വളരെ മെച്ചപ്പെട്ടതാണ്. ഉദാഹരണം, മോഹൻജോദാരോ എടുത്താൽ ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ്. അവിടെ ആണവായുധങ്ങൾ ഉപയോഗിച്ചതിന് തെളിവുകളുണ്ട്. ക്രിസ്തുവിന് ഒരു 4000 വർഷങ്ങൾക്കൊക്കെ മുമ്പ്. ഹിന്ദു പുരാണങ്ങൾ മുഴുവനും വിമാനങ്ങളാണ്, പറക്കുന്ന ഉപകരണങ്ങൾ. ശരിക്കു പറഞ്ഞാൽ അമ്പലങ്ങൾ ആ പറക്കും ഉപകരണങ്ങൾ പോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്താണ് ശരിക്കും നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. വേദപുസ്തകം പറയുന്ന പോലെ എന്താണ് ശരിക്കും നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ന്യായപ്രമാണം എന്തിന്? അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തും വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ന്യായപ്രമാണം നമ്മെ മനുഷ്യരാക്കി നിലനിർത്തി. അതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ അത് ഒരു കാര്യം ഉറപ്പുവരുത്തി, DNA മാറിയിട്ടില്ല, അല്ലെങ്കിൽ ജനിതക ഘടന മാറിയിട്ടില്ല എന്നത്. അതുകൊണ്ടായിരുന്നു അത് വളരെ കർക്കശമായിരുന്നത് ക്രിസ്തു വരുന്നത് വരെ. ക്രിസ്തുവിൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. ഗലാത്യർ 3:20 നമുക്ക് വായിക്കാം. ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം എന്ന്. അതിനർത്ഥം എന്താണ്? ആ മധ്യസ്ഥൻ അവിടെ ഉണ്ടാകണമെങ്കിൽ രണ്ട് സൈഡിലും ആളുകൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മധ്യസ്ഥന്റെ ആവശ്യം എന്താണ്? ഒരു ഭാഗത്ത് മാത്രമേ ആളുള്ളൂ എങ്കിൽ. എന്നാൽ ദൈവം ഒന്നാണ്. ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്നും പാസ്റ്റർ അത് വായിക്കും. അതിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി കാണാം. അതിൽ വ്യക്തമായി പറയുന്നു, ഒന്നിൽ കൂടുതൽ വിഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന്. ദൈവം ഒന്നേ ഉള്ളൂ. ന്യായപ്രമാണം എന്നത് ആ 2 പേർ തമ്മിലുള്ള ഉടമ്പടിയായിരുന്നു, ദൈവവും ഇസ്രായേലും. അതിന്റെ നിയമസാധ്യത ഈ 2 പേരെയും കൂട്ടിച്ചേർത്തുള്ളതായിരുന്നു. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ന്യായപ്രമാണം ഇസ്രായേലിനെ മനുഷ്യരാക്കി നിലനിർത്തി. അത് ദൈവവും ഉറപ്പുവരുത്തി. ഈ അകൃത്യങ്ങളിൽ നമ്മുടെ പാപങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. നാം വായിക്കുമ്പോൾ അത് മാത്രമല്ല, അതിനെക്കുറിച്ചല്ല നാം വായിക്കുന്നത്. എന്താണോ എഴുതിയിരിക്കുന്നത് അത് വെച്ച് വേണം നാം വേദപുസ്തകം മനസ്സിലാക്കുവാൻ, അല്ലാതെ നമുക്കുള്ള മുൻധാരണകൾ വെച്ചല്ല. കാരണം പാസ്റ്റർ പറഞ്ഞു, റോമർ 8:14 പ്രകാരം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കൾ അത്രയെന്ന്. പക്ഷേ ഗലാത്യർ 3:26 എന്താണ് പറയുന്നത്? ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്ന്. അപ്പോൾ ഇതിൽ ഏതാണ് സത്യം? നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ആദ്യം വിശ്വാസം ഉണ്ടായിരിക്കണം. പിന്നീട് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഒന്നാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ വേദപുസ്തകത്തെ നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിൽ മാത്രം കാണരുത്. എന്നാലോ അത് ശരിക്കും എന്താണ് പറയുന്നത് അതിനനുസരിച്ച് വേണം നാം മനസ്സിലാക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ നാം എന്തിനു വേണ്ടി സ്നാനമേൽക്കുന്നു എന്നത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എല്ലാവരും പാപത്തെക്കുറിച്ച് പറയുന്നു, എന്നാലോ അത് നിരീക്ഷകരെ അതായത് കാവൽക്കാരെ കുറിച്ചുള്ള ആ ഭാഗം കൂടി ഉൾപ്പെടുന്നു. ആരും നമ്മെ പഠിപ്പിച്ചിട്ടില്ല സ്നാനം എന്നത് ഉൽപ്പത്തി 6 നിരീക്ഷകരും യേശുവിൽ അതിനുള്ള പരിഹാരവും കൂടെയാണ് എന്നത്. ഗലാത്യർ 3:4 നിന്ന് നാം അത് മനസ്സിലാക്കുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശു പാലകനായി ഭവിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണം ഒരു അധ്യാപകനെ പോലെയാണ്. ന്യായപ്രമാണം നീതീകരിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇത്ര കർക്കശമായ നിയമങ്ങളും ഉത്തരവുകളും തന്നത് എന്നറിയാമോ? അവരുമായി നമ്മൾ ചേരരുത്. അവരെ കണ്ടാൽ കൊന്നുകളയുക, അമ്മമാരെയും കുഞ്ഞുങ്ങളെയും മൃഗങ്ങളെയും എല്ലാത്തിനെയും. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് എന്ന്? കാരണം ഇസ്രായേലിന്റെ പാപങ്ങൾ കൊണ്ടല്ല, ഈ അകൃത്യം കൊണ്ടാണ്. ദൈവത്തിന്റെ പുത്രന്മാരുടെ അകൃത്യം നിമിത്തം. ഉൽപ്പത്തി 6 താഴേക്ക് വന്നവർ. ന്യായപ്രമാണം ഇസ്രായേൽക്കാരെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. വിശ്വാസത്താൽ നാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്നത് വരേക്കും. ഇത് നമുക്ക് പുതിയൊരു ധാരണയുടെ തലം നമുക്ക് നൽകുന്നു. നേരത്തെ സ്നാനത്തെക്കുറിച്ച് പാസ്റ്റർ പറഞ്ഞത്, പാസ്റ്റർ അതിനെക്കുറിച്ച് നമ്മളെ കൂടുതൽ പഠിപ്പിക്കും. ഇതാണ് പാസ്റ്റർ നാം കാണണമെന്ന് ആഗ്രഹിക്കുന്നത്.
ധ്യാനിക്കണമെന്ന് കരുതുന്നത്. 1 പത്രോസ് 3:18 നമുക്ക് പോകാം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്നു പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. യേശുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു. ഈ ഭാഗം മനസ്സിലാക്കാൻ പറ്റാത്ത പലരുമുണ്ട്. കാരണം അവർക്ക് ഉൽപ്പത്തി 6 നടന്നത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നിങ്ങളൊരു സെമിനാരിയിൽ പഠിക്കാൻ പോയിട്ട് ദൈവത്തിന്റെ പുത്രന്മാർ എന്നത് ഒട്ടകത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന് പഠിപ്പിച്ചാൽ, പാസ്റ്റർ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അല്ലെങ്കിൽ തമാശ പറഞ്ഞതാണ്. ഉദാഹരണത്തിന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരിക്കലും മനസ്സിലാകുകയില്ല. ഇവിടെ ക്രിസ്തുവുണ്ട്, ആത്മാക്കളുണ്ട് തടവറയിൽ. ആരാണ് തടവറയിൽ ഉള്ള ആത്മാക്കൾ? ആരാണ് ടാട്ടാറസിൽ ഉള്ള ആത്മാക്കൾ? അത് മനുഷ്യരല്ല. യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ക്രൂശിൽ തറച്ചു, എന്നാൽ ഇവിടെ നിന്ന് ഞാൻ പോകുമ്പോൾ നിങ്ങളല്ല, ഞാനാണ് ജയിക്കാൻ പോകുന്നത് എന്ന്. നാം ക്രിസ്തുവിൽ പൂർണ്ണ ജയം പ്രാപിച്ചവർ ആണ്. നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ നിങ്ങൾ അതാണ് പിന്തുടരുന്നത്. ആ പഴയ സ്വഭാവം മാറിപ്പോയിരിക്കുന്നു. നിങ്ങൾ താഴെ ചെന്ന് ആ ആത്മാക്കളോട് ഉദ്ഘോഷിക്കുന്നു, നിങ്ങൾ എന്നെ ഒരു പക്ഷേ കൊന്നിരിക്കാം, പക്ഷെ ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. ഇതാണ് ജലത്താൽ രക്ഷിക്കപ്പെടുന്ന സ്നാനം. 21 വാക്യത്തിൽ പറയുന്നു, അത് സ്നാനത്തിന് ഒരു മുൻകൂറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്കു കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു എന്ന്. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ് വരും. സ്നാനം അങ്ങനെയല്ലേ? അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് തിരിച്ച് പൗലോസ് എഫേസ്യർ 6 പറയുന്ന ദൈവത്തിന്റെ സർവായുധ വർഗത്തിലേക്ക് വഴുകയാണ്. ഇവിടെ വളരെയധികം പഠിക്കുവാൻ നമുക്കുണ്ട്. പക്ഷെ പാസ്റ്റർ നാം മനസ്സിലാക്കണമെന്ന് കരുതുന്നതെന്നാൽ നാം കാണുന്നതിലും വളരെയധികം ഉണ്ട്. കാരണം അത് ടൈപ്പോളജി എന്ന് പറയുന്ന ഒന്നാണ് ഉദ്ദേശിച്ച് ഇരിക്കുന്നത്. പാസ്റ്റർ ഈ മഞ്ഞ കാർ ഉപയോഗിച്ചതുപോലെ ഒരു റേസിംഗ് കാർ എന്നത് പാപമല്ല എന്നതുപോലെ ടൈപ്പോളജി അല്ലെങ്കിൽ സൂചകോപദേശം എന്നാൽ ഒരു പ്രവചനം പോലെയാണ്. പക്ഷെ വാക്കാലുള്ളത് അല്ല. അത് വരുവാനുള്ള ഒരു സംഭവത്തിന്റെ മുൻനിഴലാണ്. പെസഹ കുഞ്ഞാട് എന്നത് ഒരു ടൈപ്പോളജിയാണ്. അത് യേശുവിന് സംഭവിച്ചതിന്റെ പ്രതീകമാണ്. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ബന്ധം മനസ്സിലാകും. യേശു പെസഹ കുഞ്ഞാടാണ്, ദൈവത്തിന്റെ കുഞ്ഞാട്. എന്താണ് ടൈപ്പോളജി എന്ന് മനസ്സിലായോ? പൗലോസ് അത് ആദാമിനെ കുറിച്ച് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ ആദാം, രണ്ടാമത്തെ ആദാം എന്നിങ്ങനെ. ആരാണ് ആദ്യത്തെ ആദാം? ആദാം. രണ്ടാമത്തെ ആദാം ആരാണ്? യേശു. അതേപോലെ പത്രോസ് ആദത്തിന് പകരം ഈനോക്കിനെ ഉപയോഗിക്കുന്നു, ഒരു ടൈപ്പോളജി പോലെ. ഈനോക്കിനെ നാം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവൻ എന്താണ് വായിച്ചിരുന്നത്, മനസ്സിലാക്കിയത് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഈനോക്കിന്റെ പുസ്തകം കാനോനികമല്ല, അതാകണം എന്നല്ല പാസ്റ്റർ പറഞ്ഞത്. പക്ഷെ അതിന്റെ ഒരു ഭാഗം പത്രോസും യൂദയും സുവിശേഷത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. യേശുവും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിലേക്ക് ആഴത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. നിങ്ങൾക്കറിയാം ഈ കാറിന്റെ വീൽ, ഇത് കാറിന്റെ വീലാണ് എന്ന്. അത് നിങ്ങൾ വേദപുസ്തകത്തിൽ പഠിച്ചതാണോ? അല്ല, ക്ലാസ്സിൽ നിന്നും. അതേപോലെ വേദപുസ്തകപരമായി നാം അറിഞ്ഞിരിക്കണം ദൈവം എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. എന്താണ് എന്ന് നിങ്ങൾ വേർതിരിച്ചറിയണം. ഈനോക്കിന്റെ പുസ്തകം വായിക്കാൻ പാസ്റ്റർ പറയില്ല, കാരണം അതിൽ പല കാര്യങ്ങളുമുണ്ട്. അത് ഈനോക്കല്ല എഴുതിയിരിക്കുന്നത്. യേശുവിന് മുൻപുണ്ടായിരുന്ന ദൈവശാസ്ത്രപരമായി നല്ലതായിരുന്നവർ ആണ് അത് എഴുതിയത്. യേശുവിന് ശേഷവും അതിൽ പലതും ചേർക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇത് വിവേചിച്ചറിയണം. ഈനോക്കിന്റെ പുസ്തകത്തിലും ഈനോക്കിന്റെ ഉപമകളെ വിവരിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ട്. ഉപമകളിലൂടെയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. 70-71 അധ്യായത്തിൽ ഒഴിച്ച്. ഈനോക്ക് വേറൊരു മനുഷ്യനെ 70 അധ്യായം വരെ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞ് വിവരിക്കുന്നു. അതിനുശേഷം ഒരു അധ്യായത്തിൽ സ്വയം മനുഷ്യപുത്രൻ ആണ് എന്ന് വിവരിക്കുന്നു. ഇതെല്ലാം എന്താണെന്ന് നിങ്ങൾ കാണില്ല. അദ്ദേഹം രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നറിയാത്തടത്തോളം നിങ്ങൾക്ക് ഇതെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. രണ്ടാമത്തെ ഈനോക്കിനെ കുറിച്ചാണ് പറയുന്നത്.
നമ്മളെ രക്ഷിക്കാൻ വരുന്നവൻ. വീണ്ടും സ്വർഗീയ സേന, വെളിപാട് 17 ഇത് പറയുന്നു, നിങ്ങളും നമ്മളും ആ സ്വർഗീയ സേന അല്ല. പാസ്റ്ററിനെ പഠിപ്പിച്ചിരുന്നത് അദ്ദേഹം കുതിര പുറത്തു വരുമെന്നാണ്. അത് വിഡ്ഢിത്തരമാണ്. പാസ്റ്റർ ആ സേനയുടെ ഭാഗമല്ല. യേശുവാണ് സൈന്യങ്ങളുടെ യഹോവ. പാസ്റ്റർ വേറൊരു സൈന്യത്തിന്റെ ഭാഗമാണ്. അവിടുന്ന് വീണ്ടും വരും. യേശു വീണ്ടും വരും. ഉൽപ്പത്തി 6 നടന്നതിന് പരിഹാരവുമായി. അതിനുവേണ്ടിയാണ് വരുന്നത്. കാരണം ഉൽപ്പത്തി 6 സംഭവിച്ചത് അത് ഇപ്പോൾ പോലും അതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ട്. നമ്മൾ മനുഷ്യരാകുന്നത് നിൽക്കുന്ന ആ പരിധി വരെ. പക്ഷേ ഉദാഹരണം, പാസ്റ്റർ തന്റെ ഹൃദയത്തിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഡീഫാബുലേറ്റർ എന്നാണ് അതിന്റെ പേര്. എന്തെങ്കിലും അത് സംഭവിച്ചാൽ അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അത് പേസ് മേക്കർ അല്ല, പക്ഷെ അതൊരു അധികമായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് പാസ്റ്ററിന്റെ ഹൃദയമല്ല. പക്ഷേ ഇപ്പോൾ ആ ഹൃദയത്തെ അങ്ങനെ തന്നെ മാറ്റിസ്ഥാപിക്കാൻ ഒരു സാങ്കേതിക വിദ്യ ഇല്ലായിരിക്കാം. എന്നാൽ വേറെ പലതും നമുക്ക് മാറ്റിസ്ഥാപിക്കാൻ പറ്റും. ഹൃദയവും ശ്വാസകോശവും വയറും മസിലുകളും എല്ലാം മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ മനുഷ്യർ തന്നെ അല്ലാതായി മാറില്ലേ? ഇതെല്ലാം ശരിയായി പ്രവർത്തിച്ചില്ല എങ്കിൽ നമുക്കത് മാറ്റിവെക്കാൻ തോന്നുകയില്ലേ ജീവൻ രക്ഷിക്കാൻ വേണ്ടി? ഇതെല്ലാം നാം ഉത്തരം പറയേണ്ടതായ ചോദ്യങ്ങളാണ്. പാസ്റ്റർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യർ റോബോട്ടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാവൽക്കാർ, നിരീക്ഷകർ എന്നറിയപ്പെട്ട ദുർഭൂതങ്ങൾ അവർ ഭാര്യമാരെ എടുത്തു. എന്തുകൊണ്ട്? കാരണം അത് നിയമപരം ആയിരിക്കണം. മനുഷ്യരാശിയിലേക്ക് വന്ന് സങ്കര ഇനത്തെ സൃഷ്ടിച്ച് മനുഷ്യരാകുക. നമ്മൾ മൃഗത്തിന്റെ അടയാളം എടുത്താൽ പിന്നെ നമ്മൾ ഒരിക്കലും പിന്നെ മനുഷ്യരായിരിക്കുകയില്ല. അതുകൊണ്ട് യേശുവിന്റെ രക്തത്തിന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുകയില്ല. നിങ്ങളെ പറ്റിച്ച് അടയാളം എടുക്കുവാൻ ആർക്കും പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന്. പാസ്റ്റർ ഇവിടെ ഒരുപാട് ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വേദപുസ്തകം പറയുന്നത്. ഇതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്, ക്രൂശിൽ മരിച്ചത്. ഇതിനു വേണ്ടിയാണ് യേശു വീണ്ടും വരുന്നതും. ആദ്യത്തെ വരവിൽ അവിടുന്ന് മരിച്ചു നമുക്ക് വേണ്ടി, പാപത്തിന്റെ പരിഹാരമായി. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അവിടുന്ന് രണ്ടാമത് വരുന്നത് കീഴടക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് ദൈവത്തിന് എതിരെ കളിക്കാൻ വേണ്ടി പറ്റുകയില്ല. അങ്ങനെ കളിച്ചാലും ജയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് അവിടുന്ന് രാജാക്കന്മാരുടെ രാജാവായി, കർത്താവായി മടങ്ങി വരുന്നത്. ആ പ്രശ്നം ശരിക്കുള്ളതാണ്. അത് ഉൽപ്പത്തി 6 അതിനു മുമ്പോ സംഭവിച്ചതാണ്. മാലാഖമാർ താഴെ വന്നപ്പോൾ പാരമ്പര്യമനുസരിച്ച് ഹെർമോൺ പർവ്വതത്തിൽ. അതാണ് യേശു അവസാനിപ്പിക്കുവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് നാം സ്നാനപ്പെടേണ്ടത്. നാം അവർക്കുള്ളതല്ല, നാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ് എന്ന് കാണിക്കാൻ. അതേപോലെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യവും. യേശുവാണ് ലോകത്തിന്റെ വെളിച്ചം. നമ്മുടെ ഹൃദയത്തിൽ അവൻ ജ്വലിക്കുന്നു. കാര്യങ്ങൾ ലളിതമാക്കുക. അവിടുന്ന് നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചം ആണെന്ന് കരുതുക. അതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. കാവൽക്കാരെ കുറിച്ച് അല്ലെങ്കിൽ നിരീക്ഷകരെ കുറിച്ച് ചിന്തിക്കേണ്ട. നാം കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, ജാഗരൂകരായിരിക്കണം. അതെല്ലാം നല്ലതാണ്. ക്രിസ്തുവിലുള്ള ലാളിത്യം നഷ്ടപ്പെടുത്തരുത്. ഇതെല്ലാം പ്രഘോഷിക്കുമ്പോൾ ആളുകൾ അതിൽ നിന്നുമെല്ലാം ഊർന്നിറങ്ങി എല്ലാ തരത്തിലും വേറെ രീതിയിൽ വഴിതെറ്റിപ്പോകുന്നത്. ഇനി എന്താണ് വിശ്വസിക്കേണ്ടത് എന്നത് പോലും അറിയാതാവുന്നത്. അതുകൊണ്ടാണ് എഴുതിയതിന് അപ്പുറത്തേക്ക് പോകരുത് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് നല്ലത്. നമുക്ക് എല്ലാ ഉത്തരവും ലഭിക്കും. പക്ഷെ നാം വേദപുസ്തകത്തിൽ വന്ന് തിരിഞ്ഞു നോക്കണം. ഈനോക്കിന്റെ പുസ്തകത്തിലോ അല്ലെങ്കിൽ വേറെ ഏതോ പുസ്തകത്തിലോ അല്ല. അത് നല്ലതല്ല എന്നല്ല പാസ്റ്റർ പറയുന്നത്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടോ? ചോദ്യം: രണ്ടാമത്തെ വരവിൽ കാവൽക്കാർ ശിക്ഷിക്കപ്പെടുമോ? ഉത്തരം: ഉവ്വ്. ഉൽപ്പത്തി 6 കുരുത്തക്കേട് കാണിച്ച കാവൽക്കാർ അല്ലെങ്കിൽ നിരീക്ഷകർ അവർ മുന്നമേ ടാർട്ടാറസിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നാം സംസാരിക്കുന്നത് ഒരു പുതിയ കൂട്ടം ചീത്ത ആളുകളെ കുറിച്ചാണ്. ആരാണ് ആ ചീത്ത ആളുകൾ എന്നതാണ് വഞ്ചന. നാം വിചാരിക്കും അത് സാത്താനാണെന്ന്. നാം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ അജ്ഞാനികളാവരുത്. പക്ഷേ നല്ല ആളുകൾ എന്ന് വേഷം മാറി വരുന്നവരെയും നമ്മൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മുടെ രക്ഷകരായി അവരെയും സൂക്ഷിച്ചു കൊള്ളണം. ക്രിസ്തുവായി വേഷം മാറി വരുന്നത് പോലെ ആ പഴയ കാവൽക്കാർ പോയി. പക്ഷേ പുതിയ കളിക്കാർ ഉണ്ട്. നമ്മുടെ ആത്മാവിന് വേണ്ടി പോരാടുന്നവർ, മനുഷ്യരാശിയിലേക്ക് എത്തപ്പെടാൻ ശ്രമിക്കുന്നവർ. അതേസമയം മനുഷ്യരാശിയെ മറ്റു മനുഷ്യരാശിയിലേക്ക് കൂടിയേറ്റാൻ ശ്രമിക്കുന്നവരും. അങ്ങനെയായാൽ യേശു വീണ്ടും വരുമ്പോൾ വിശ്വാസം കാണാൻ സാധിക്കുമോ? അവിടുന്ന് നിരീക്ഷകരെ, കാവൽക്കാരെ ന്യായം വിധിക്കും. പക്ഷെ നാം മനസ്സിലാക്കിയതിലും വളരെ കൂടുതലുണ്ട് ഉൽപ്പത്തി 6. അതിലൊരു പക്ഷെ ഉണ്ടായിരിക്കാം, പക്ഷെ വേദപുസ്തകത്തിൽ അത് കാണുന്നില്ല. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരണങ്ങൾ ഇല്ല. ഒരേ ഒരു കാര്യം
എന്താണ് ദുർഭൂതം, ഭൂതങ്ങൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ് എന്നൊക്കെ അറിയുക. പക്ഷെ ഒരുപാട് ദുരൂഹമാകരുത്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇവയെല്ലാം എങ്ങനെ വന്നു? എന്താണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്? പാസ്റ്റർക്ക് ഈ വീട്ടിലേക്ക് വരുവാൻ വേണ്ടി ഒരു മാപ്പ് അയച്ചു തരാൻ വേണ്ടിയാണ് പാസ്റ്റർ പറഞ്ഞത്. ഒരു പക്ഷേ പാസ്റ്ററിന്റെ തന്നെ മനസ്സിൽ അതുണ്ടെങ്കിലോ? എങ്ങനെയായിരിക്കും അത്? ആകെ ചെയ്യേണ്ടത് അത് തലച്ചോറിൽ നിന്നും ഒരു ഉപകരണമൊന്നുമില്ലാതെ അതിലേക്ക് ഇന്റർനെറ്റിലൂടെ അതിലേക്ക് വരിക മാത്രമാണ്. ആ സാങ്കേതിക വിദ്യയും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇലോൺ മസ്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിലും അപ്പുറമാണ് വീണുപോയ മാലാഖമാരുടെ സാങ്കേതിക വിദ്യ. കാര്യം എന്തെന്നാൽ, നമ്മൾ അതിനു പുറകെ നടന്നാൽ എവിടെ പോയി അവസാനിക്കും? സാത്താന് വളരെ സന്തോഷമായിരിക്കും നിങ്ങൾ അതിനെയൊക്കെ പിന്നാലെ പോയി ക്രിസ്തുവിനെ മറന്നുപോയാൽ. അതുകൊണ്ടാണ് പാസ്റ്റർ പറയുന്നത് ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാൻ. പെട്ടെന്നൊരു ഭൂതം വന്നാൽ അത് അളിയനോ ഏലിയനോ അന്യഗ്രഹജീവിയോ എന്തായാലും എന്ത്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിനോട് പുറത്തു പോകാൻ വേണ്ടി പറയുക. നമ്മൾ പാപത്തെ വിട്ടൊഴിഞ്ഞു നടക്കുക. നിങ്ങൾ നിരീക്ഷകരെ കുറിച്ച്, കാവൽക്കാരെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതില്ല. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും ആത്മീയ അധികാരങ്ങളോടും അത്രേ. അതിന് നമ്മുടെ കയ്യിൽ ലോകത്തിന്റെ വെളിച്ചമുണ്ട്, നമ്മെ അതിനുവേണ്ടി സഹായിക്കുവാൻ. നമ്മൾ ജീവിച്ചവരെക്കാൾ വലിയവർ ആണ്. നമ്മെ ശക്തിപ്പെടുത്തുന്നതിനായ ക്രിസ്തുവിനാൽ നമുക്ക് സകലവും സാധ്യമത്രേ. എല്ലാം ലളിതമാക്കി വെക്കുക. ആരാണ് യേശു എന്ന് മനസ്സിലാക്കുക. ബാക്കിയെല്ലാം അതിന് പിന്നാലെ വരും. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഇപ്പോൾ നിങ്ങൾക്ക് സുവിശേഷം മനസ്സിലായോ? ഇതാണ് സത്വാർത്ത. അവിടുന്ന് ഒരിക്കൽ വന്നു നമ്മെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടി. അവിടുന്ന് പിന്നെയും വരും, രാജാക്കന്മാരുടെ രാജാവും കർത്താതി കർത്താവും ആയി. വെളിപാട് 19:11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായോ? 15-ാം വാക്യത്തിൽ പറയുന്നു, ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവരെ എന്ന് പറയുന്നു. അത് നമ്മളല്ല, തെറ്റ് ചെയ്തവരായ ആളുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു.